അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപനം സർക്കാർ നടത്തിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഇതിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം അത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ കേരളത്തിൻ്റെ നേട്ടമാണോ, അതല്ല പ്രതിപക്ഷം പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരിൻ്റെ കേവലം ഒരു തട്ടിപ്പാണോ എന്ന് ജനങ്ങൾ പറയട്ടെ. ജനങ്ങളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചേട്ടാ, ഇപ്പോൾ ഇന്ന് നമ്മുടെ സർക്കാരെ അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. കേരളത്തെക്കുറിച്ച് സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് അതൊരു തട്ടിപ്പാണ് എന്നാണ് പറയുന്നത്. തട്ടിപ്പല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തട്ടിപ്പല്ല, നല്ലൊരു നേട്ടം തന്നെയാണ്. ദരിദ്രരില്ല ഒരു പുരോഗതി കൈവരിക്കുക ഒരു ഇതല്ല. അത് ശരിക്കും നമ്മൾ പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇല്ല എന്ന് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറേ കുടുംബാംഗങ്ങളുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. ഇന്നേ കേരളം അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ആ പ്രഖ്യാപനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷം പറയുന്നത് അത് തട്ടിപ്പാണെന്നാണ്. ഒരു വിധത്തിൽ തട്ടിപ്പാണ്, എന്നാൽ അതിൽ കാര്യമുണ്ട്. അത്ര പോരെ. കാരണം മോശമില്ലാത്തൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും കുറേയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ജനങ്ങളെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ വോട്ടായി സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്താ നിങ്ങൾ ഈ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത്? 5 വർഷമായിട്ട് ജനങ്ങൾ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അതൊക്കെ ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് അവസാന നിമിഷം ഒരു 2000 രൂപ കൊടുത്ത് വിചാരിച്ചിട്ടൊന്നും ഭരണം പിടിച്ചേക്കാൻ നിൽക്കുകയില്ല. ജനങ്ങൾ അതിനകത്ത് വിലയിരുത്തിപ്പോയി. 5 വർഷം എല്ലാ നിലക്കും ജനങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇന്ന് 40% ദരിദ്രമാണ് കേരളത്തിൽക്കാർ. അവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമല്ലോ. ജനങ്ങളെ സ്ഥിതി ഇന്നും ജോലി ഇല്ലാത്തവരാണ്, തൊഴിലില്ലാത്തവരാണ് 90% ആളുകൾ. പ്രഖ്യാപനം പൊള്ളയായ പ്രഖ്യാപനമാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ 100% തട്ടിപ്പ്. അത് ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രം. ഈ നേട്ടം സർക്കാരിന് മാത്രമേ ഉള്ളൂ, ഈ ദരിദ്രരായ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡെയിലി കൂലിക്ക് ജോലി ചെയ്യുന്നതാണ്. ചില സമയത്ത് ജോലി ഉണ്ടാകും, ജോലി ഇല്ലാണ്ടിരിക്കാം. വീടിൻ്റെ ആധാരം വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞ് ഇതുവരെ ഇപ്പോൾ ജപ്തിൻ്റെ നോട്ടീസ് എനിക്ക് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ നടപടിയിലൊക്കെ പോകുന്നത്. ഇതുവരെ ആ പൈസ ഇവരെ അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ ഇതേപോലെ എന്നെപ്പോലെ കുറേ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇതൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് കാണുന്നില്ല, സർക്കാർ കാണുന്നില്ല. അതിദാരിദ്ര്യം ഒഴിവായ സംസ്ഥാനമാണ് കേരളം. അതിൽ അഭിമാനമുള്ളൂ. സർക്കാരിനോടും നന്ദി. പക്ഷേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപന സമ്മേളനത്തിലെ മോഹൻലാലും കമലഹാസനും പങ്കെടുത്തില്ല. അവരത് മറ്റേ അവർക്കൊരു സംഘടന ഉണ്ടല്ലോ, അതിൻ്റെ നേതൃത്വം എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ല ഇടപെടേണ്ടത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. മമ്മൂട്ടി പങ്കെടുത്തിട്ടുണ്ട്. മമ്മൂട്ടി CPM-കാരനാണ്. മോഹൻലാൽ അതാവണമെന്നില്ല, ആവണമെന്നില്ല, എന്താണെന്നറിയില്ല. കമലഹാസൻ ചിലപ്പോൾ സാഹചര്യമായിരിക്കും വരാൻ പറ്റാത്തതിൻ്റെ, അതും ഉണ്ടാവില്ല എൻ്റെ ഇടയിൽ. രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ തട്ടിപ്പല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. അജിതൊരു താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണാം. നമ്മൾ ഈ നഗരത്തിലിരിക്കുന്നവർക്കും പിന്നെ സർക്കാർ ലഭ്യമായിട്ടുള്ള മന്ത്രിമന്ദിരങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ചോദിക്കട്ടെ, സർക്കാർ ഇന്ന് അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ പറയുന്നത് കേരളത്തിലെ പട്ടിണി വേറെ ആരോടും ഇത് കുറച്ച് ആളുകളെ തൽക്കാലം ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ചെയ്തു എന്നല്ലാതെ ഇതൊരു ആത്മാർത്ഥമായ സമീപനമായിട്ട് തോന്നുന്നില്ല. അറിയില്ല, നടത്തിയൊന്നും അറിയില്ല. അറിയില്ല. എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. എന്താ അഭിപ്രായം പറയാൻ? നമ്മൾ മറ്റേതിനോട് എനിക്ക് അഭിപ്രായമല്ല. ഏത് അതിദരിദ്രത ഇല്ലാത്ത നാട്, ആ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കണില്ല. കാരണം ഒരുപാട് പട്ടിണി പാവങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇല്ല അഭിപ്രായമില്ല. അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് ഇന്ന് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും സർക്കാർ പറയുന്നത് വലിയ നേട്ടമാണെന്ന്. പക്ഷെ പ്രതിപക്ഷം പറയുന്നു തട്ടിപ്പാണെന്ന്. കേരളത്തിൽ യഥാർത്ഥത്തിൽ അതിദരിദ്രരില്ല. മലയാളം അറിയാം, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് ലൈവാ. ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ കുറവായിരിക്കുന്നുള്ളൂ. നമ്മൾ വേറെ സ്ഥലത്ത് പോയി നോക്കുന്നതിൻ്റെക്കാളും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതെനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രഖ്യാപനത്തെ എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ പറയുന്നത് വലിയ നേട്ടമാണെന്ന് പറയുന്നു, പക്ഷേ പ്രതിപക്ഷം പറയുന്നത് തട്ടിപ്പാണ്. എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ മോസ്റ്റ്ലി എന്താ. വലിയ നേട്ടം തന്നെയാണ്.
വലിയ നേട്ടം തന്നെയാണ്. കാരണം അതിദരിദ്ര ഒരു 5 വർഷത്തെ പ്ലാനിങ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു നേട്ടമാണ്. ഇന്ത്യയിലെ ആദ്യത്തേതാണ്. മുമ്പ് അറിയപ്പെടുന്ന ചരിത്രത്തിൽ ചൈനയിൽ മാത്രമേ ആ ഒരു ലോകത്തിൽ രണ്ടാമത്തായിട്ടാണ് കാണുന്നത്. അത് കേരളത്തിനെ പോലുള്ള സംസ്ഥാനത്തിന് വലിയൊരു അഭിമാനമാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ മുഴുപട്ടിണി നടക്കുന്ന ആരുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക്. രാഷ്ട്രീയക്കാർ ഈ AC റൂമിലിരിക്കുമ്പോൾ സാധാരണ ദരിദ്രരെ അവർക്ക് അടിത്തട്ടിൽ കാണാൻ കഴിയില്ല. സത്യത്തിൽ പകുതിയിലധികം ജനങ്ങളും അതിദാരിദ്ര്യ മേഖലക്കാണ്. ഈവൻ പിണറായി സർക്കാർ ഇപ്പോൾ തുടർച്ചയായ ഈ 10 വർഷത്തെ ഭരണത്തിൽ കൂടുതൽ ദരിദ്രരാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി എന്നുള്ളത് ശ്ലാഘനീയമാണ്. പിന്നെ ഇതിൻ്റെ വസ്തുതകളൊക്കെ ഇനി കൂടുതൽ പുറത്തു വന്നാലേ എന്താണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ അഭിനന്ദനാർഹമായൊരു പരിപാടിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. പുതിയ തലമുറേൻ്റെ അഭിപ്രായം ചോദിക്കുക. ഇല്ല, അവരില്ല, പുതിയ തലമുറയൊന്നുമില്ല. ദരിദ്രരുണ്ട്, അവരൊക്കെ തട്ടിപ്പിഴന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം. അല്ല, സർക്കാർ തട്ടിപ്പല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരുമ്പം പൊതുവെ ഇങ്ങനെല്ലാം ഉണ്ടാകുന്നൊരു ഇലക്ഷൻ വരുമ്പോൾ എല്ലാ ഇതും പറയും അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ജനങ്ങൾക്ക് എന്താ ആവശ്യപ്പെടുന്നതൊന്നും ഇല്ല. എല്ലായിടത്തും ദാരിദ്ര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാ സമൂഹങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്നതുകൊണ്ടല്ലേ, അത്രയും ദാരിദ്ര്യം ഇല്ലോണ്ടല്ലോ ഒരുത്തൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത്. ഭരണപക്ഷം ചെയ്യുമ്പോൾ എപ്പോഴും പ്രതിപക്ഷം എതിർക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ വിഷയം നല്ല തന്നെയാണ്. അതിദരിദ്രർ ഇല്ലാതാവുക, ഇനി ദരിദ്രർ അതും ഇല്ലാണ്ടാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇത് സമ്പൂർണ്ണമായിട്ട് മാറണമെന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിദരിദ്രർ ഇല്ലല്ലോ, അങ്ങനെ എന്നാലല്ലേ ഇപ്പം നമുക്കത് അതിദരിദ്രർ ഇല്ലാതാക്കേണ്ട കാര്യമുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ സൗജന്യമായിട്ട് റേഷൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളറിവിലുണ്ടോ? എനിക്കറിയില്ല. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിലില്ല. സൗജന്യ റേഷൻ കിട്ടാത്ത ഒരാളും ഇല്ല. സമ്പൂർണമായി അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സർക്കാരിൻ്റെ പദ്ധതിയെ പലരും സ്വാഗതം ചെയ്യുമ്പോഴും ഈ പ്രഖ്യാപനം അത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണോ എന്ന സംശയമാണ് ഭൂരിഭാഗം ആളുകളും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇത് വലിയ നേട്ടമാണ്, ലോകത്തിൽ തന്നെ രണ്ടാമതാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം എന്നുള്ള സർക്കാർ വാദത്തെ അംഗീകരിക്കുന്ന ജനങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഇത് നേട്ടമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫലം, അതായത് സർക്കാർ തുടക്കത്തിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതി കൃത്യമായൊരു സംവിധാനത്തിലൂടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷേ കൂടുതൽ പേരും പറയുന്നു സർക്കാർ തലത്തിൽ ഇരിക്കുന്നവർ അവർ AC മുറികളിലിരുന്ന് താഴെത്തട്ടിലുള്ള ആൾക്കാരെ കാണാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സമ്പൂർണമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പ്രഖ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ മോഹൻലാലും കമൽഹാസനും ഒക്കെ പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാനും ആരും തയ്യാറായിട്ടില്ല. അടുത്ത ദിവസം വീണ്ടും മറ്റൊരു ചോദ്യവും മറ്റൊരു വിശേഷങ്ങളുമായി നമുക്ക് കാണാം.